മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ആദ്യ വായന നമ്മൾ കേട്ട് കഴിഞ്ഞാൽ വളരെ ഹാർഷായിട്ട് തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. വളരെ നമ്മൾ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കല്ലേ, അതുപോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ബലികൾ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. നിങ്ങളുടെ മുട്ടാടുകളും കാളക്കുട്ടികളും ദഹന ബലികളൊക്കെ എനിക്ക് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ അർപ്പിക്കുന്ന ധൂപത്തിലൊന്നും ഞാൻ പ്രസാദിക്കില്ല. നിങ്ങൾ കരങ്ങൾ ഉയർത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല എന്നൊക്കെയാണ് യെശയ്യാ പ്രവാചകനിലൂടെ പറയാം. എന്നിട്ട് അതിന് കാരണവും പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ബലിയിലല്ല, അതിനേക്കാൾ ഉപരിയായി നിൽക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ മനോഭാവത്തെയാണ് കർത്താവ് കാണുന്നത്. അപ്പം ആദ്യ വായന കാതലായ സന്ദേശം, കർത്താവ് എന്താണ് കാണുന്നത്, ദൈവം എന്താണ് ശ്രദ്ധിക്കുന്നത്. ബാഹ്യമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ബലിജീവിതത്തിനും അപ്പുറമായിട്ട് ദൈവം നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ് എന്നുള്ളതാണ് ആദ്യ വായനയിൽ ശക്തമായിട്ട് സംസാരിക്കുന്നത്. ഒരു ഹൃദയത്തെ പരിശോധിക്കാൻ തയ്യാറാകാതെയുള്ള ആത്മീയ ശുശ്രൂഷകളിലുള്ള പങ്കുചേരലൊക്കെ അതിൽ തന്നെ നിരർത്ഥകമാണ് എന്നുള്ളതാണ് ആദ്യ വായനയുടെ സന്ദേശം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ബലിജീവിതവും ശുശ്രൂഷാ ജീവിതവും ആത്മീയമായി നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ പ്രവർത്തികളൊന്നും തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യനെ, ആത്മീയ മനുഷ്യനെ പലപ്പോഴും തൊടാതെ പോവുക. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഈ ചേമ്പലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് ഒന്ന് ആട്ടിക്കഴിഞ്ഞാൽ വെള്ളം പോയാൽ ഒരു തരി പോലും വെള്ളം ചേമ്പലയെ സ്പർശിക്കുകയില്ല എന്ന് പറയുന്ന പോലെയാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം. അല്ലെങ്കിൽ ബാഹ്യമായി നമ്മൾ വ്യാപരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ അതിൽ തന്നെ അർത്ഥം കണ്ടെത്താൻ പറ്റണമെങ്കിൽ അതിൻ്റെ ആന്തരിക ആത്മീയ അർത്ഥങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കേണ്ടതുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, നിങ്ങൾ അവരന് ഉപദ്രവം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ബലിയർപ്പിക്കുന്നു, നിങ്ങൾ മുട്ടാടുകളെ ബലിയർപ്പിക്കുന്നു, കാളക്കുട്ടികളെ ബലിയർപ്പിക്കുന്നു, ധൂപം അർപ്പിക്കുന്നു. ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അതിന് ഉത്തരം കിട്ടില്ല എന്ന് തന്നെയാണ് ആദ്യ വായനയിൽ യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്. നമ്മൾ ശരിക്കും ഒന്ന് ആത്മശോധന ചെയ്താൽ, നാം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ആത്മീയ വ്യാപാരങ്ങളും സ്പിരിച്വൽ എക്സസൈസിന് അതെത്രമാത്രം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ശരിക്കും നമ്മെ വ്യക്തിപരമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ എത്രമാത്രം കൈപിടിച്ച് വളർത്തുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പുള്ള നമ്മുടെ ആത്മീയ ജീവിതം തന്നെയാണ് 10 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ 10 വർഷക്കാലം കടന്നുപോയ ആത്മീയ ജീവിതം നമ്മെ ഒരു വിധത്തിൽ സ്പർശിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആത്മീയതയിൽ വളരേണ്ടതാണ്. ഈശോയോടുള്ള ബന്ധത്തിലും ആ സ്നേഹത്തിലും നമ്മൾ അഭിവൃദ്ധിപ്പെടേണ്ടതാണ്. ഇന്നലകളിൽ നിസ്സാര കാരണങ്ങളെ പ്രതി ഞാൻ സഹോദരനോട് ക്ഷമിക്കാതിരുന്നിട്ടുണ്ട്. 10 വർഷത്തെ ആത്മീയ ജീവിതത്തിനപ്പുറവും ഇപ്പോഴും അതിനേക്കാളും നിസ്സാരമായ കാര്യങ്ങളെ പ്രതി ഞാൻ വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എവിടെയാണ് നമ്മുടെ ആത്മീയ വളർച്ചയിരിക്കുന്നത്? അതുകൊണ്ടാണ് കർത്താവ് അത്ര ശക്തമായിട്ട് ആദ്യ വായനയിൽ ഇത്ര ശക്തമായ ഭാഷയിൽ കർത്താവ് സംസാരിക്കുന്നത്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുവിശേഷം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സമാധാനം തരാനല്ല, വാള് തരാനാണെന്നൊക്കെ പറയുന്നത്. എന്താണ്? യേശുവിനെ അധികമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ഒരുവൻ്റെ ഹൃദയം കർത്താവിൻ്റെ സ്നേഹത്തിൽ പരിവർത്തനത്തിനായി അവൻ വിട്ടുകൊടുക്കാൻ തുടങ്ങുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലില്ലാത്തവരൊക്കെ നമുക്ക് ശത്രുക്കളായിട്ട് മാറും. ചിലപ്പോൾ നമ്മുടെ അപ്പം തന്നെ നമുക്കെതിരെ തിരിയും, അമ്മ തിരിയും, മക്കള് തിരിയും, ജീവിത പങ്കാളി തിരിയും, അമ്മായപ്പൻ തിരിയും. ഇതൊക്കെ സുവിശേഷത്തിൻ്റെ അനുഭവം മാത്രമല്ല, സുവിശേഷ ജീവിതം നയിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും യഥാർത്ഥ ജീവിതത്തിൻ്റെ അനുഭവമാണ്. എത്രയോ പേര് പങ്കുവെച്ചിട്ടുണ്ട്, അച്ഛാ ഞാൻ പള്ളിയിൽ പോകാൻ പോലും എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഞാൻ പ്രാർത്ഥിക്കാൻ പോലും വീട്ടിൽ അനുവദിക്കാത്തവരുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കാത്തവരുണ്ട് ഭവനങ്ങളിൽ. അത്രമാത്രം യഥാർത്ഥ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് ഈശോ പറഞ്ഞത്. എന്നിട്ട് അവസാനം ഈശോ കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും, ഇവിടെയാണ് ആ പ്രവൃത്തി നിൽക്കുന്നത്, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എൻ്റെ നാമത്തെ പ്രതി ഒരുവന് കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വലിയ ബലിയർപ്പണങ്ങളും മുട്ടാടുകൾ അർപ്പിച്ച് വലിയ ഇതിനൊന്നിനും കർത്താവ് പറഞ്ഞു അതിനൊന്നൊരു പ്രതിഫലമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യ വായനയിൽ പറഞ്ഞിട്ട് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ സ്നേഹത്തോടെ എന്നെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കോ. ഒരു ഗ്ലാസ് വെള്ളം,
അതിന് പ്രതിഫലം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും, വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങൾ, കൊച്ചുരേസ്യ പുണ്യവതി പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശുദ്ധിയിൽ വളരാൻ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും സ്നേഹത്തോടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ വളരെ നമ്മളല്ലേ സൗമ്യതയോടെ ശാന്തതയോടെയൊക്കെ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കണ്ട് സ്നേഹത്തിൽ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിച്ച് കുടുംബാംഗങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അവരുടെ കുറവുകളെ ബലഹീനതകളൊക്കെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്നിടത്ത് നിസ്സാരമെന്ന് നമുക്ക് തോന്നാം, ചെറുതെന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമുക്ക് ചെറുതെന്ന് തോന്നുന്നത് ദൈവസന്നിധിയിൽ വലുതായും നമുക്ക് വലുതെന്ന് തോന്നുന്ന നമ്മുടെ വലിയ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചിലപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ചെറുതായിട്ടും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ് ഇന്നത്തെ വായനയുടെ മുഴുവൻ അന്തസത്ത കിടക്കുന്നത്. ഹൃദയം പരിശോധിക്കാനാണ് കർത്താവ് പറയുന്നത്. ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് പ്രധാനപ്പെട്ടത്. സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾക്കാണ് ദൈവം വില കൽപ്പിക്കുന്നതെന്നാണ് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നത്. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.